ഹലോ ഗുറ്റൻഡാ, എൻ്റെ പേര് മിഥുൻ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് റിഫ്ലെക്സീവ് വെർബ്. എന്താണ് റിഫ്ലെക്സീവ് വെർബ്? എന്താണ് റിഫ്ലെക്സീവ് വെർബ്? ഒരു സബ്ജക്റ്റ് ചെയ്യുന്ന പ്രവൃത്തി ആ സബ്ജക്റ്റിനെ തന്നെ റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ആ സബ്ജക്റ്റ് തന്നെ ആ പ്രവൃത്തിയുടെ ഒബ്ജക്റ്റ് ആകുന്നു. ആ ഒബ്ജക്റ്റിനെ നമ്മൾ ഒരു റിഫ്ലെക്സീവ് പ്രൊനോമൻ ഉപയോഗിച്ച് സൂചിപ്പിക്കുന്നു. അത്തരത്തിലുള്ള വെർബിനെയാണ് നമ്മൾ എന്തു പറയുന്നത്? റിഫ്ലെക്സീവ് വെർബൻ എന്ന് പറയുന്നത്. ഒന്നും കൂടെ ഞാൻ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയുടെ ആക്ഷൻ അത് നമ്മളിലേക്ക് തന്നെ റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നതിനെയാണ് നമ്മൾ റിഫ്ലെക്സീവ് വെർബൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ സബ്ജക്റ്റിനെ തന്നെ അവിടുത്തെ ഒബ്ജക്റ്റ് ആക്കി എടുക്കുന്നു. അപ്പോൾ ആ ഒബ്ജക്റ്റിനെ നമ്മൾ എന്തായിട്ടാണ് സൂചിപ്പിക്കുന്നത്? റിഫ്ലെക്സീവ് പ്രൊനോമൻ വെച്ച് സൂചിപ്പിക്കുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു കേസിനെയാണ് നമ്മൾ എന്തു പറയുന്നത്? റിഫ്ലെക്സീവ് വെർബൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് റിഫ്ലെക്സീവ് പ്രൊനോമൻ നോക്കാം. കാരണം ഒരു റിഫ്ലെക്സീവ് വെർബിൻ്റെ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിൻ്റെ റിഫ്ലെക്സീവ് പ്രൊനോമൻ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അവിടെ ഒരു റിഫ്ലെക്സീവ് വെർബൻ അല്ലെങ്കിൽ ഒരു റിഫ്ലെക്സീവ് സെൻറ്റൻസ് ഫോം ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ, ഇവിടെ നമ്മുടെ ഓരോ സബ്ജക്റ്റ് അനുസരിച്ചും റിഫ്ലെക്സീവ് പ്രൊനോമൻ മാറും. ഡാറ്റീവിലും മാറും, അക്യൂസേറ്റീവിലും മാറും. ഓക്കെ, നമുക്ക് ആദ്യം ഓരോന്നിനെ നോക്കാം. ഇഷിലെ റിഫ്ലെക്സീവ് പ്രൊനോമൻ എന്താണ്? അക്യൂസേറ്റീവിൽ മിഷാണ്, ഡാറ്റീവിൽ എന്താണ്? മിയർ ആകും. ദു എന്ന് പറയുമ്പോൾ റിഫ്ലെക്സീവ് പ്രൊനോമൻ അക്യൂസേറ്റീവിൽ ദിഷാകും, ഡാറ്റീവിൽ എന്താകും? ദിയർ ആകും. അടുത്തത് തേർഡ് പേഴ്സൺ എർസിയസിൽ എന്താണ്? എർസിയസിൽ സെയിം ആണ്, അക്യൂസേറ്റീവും ഡാറ്റീവിലും സിഷാണ് വരുന്നത്. ഓക്കെ, വിയറിൽ എന്താണ്? വിയർ അക്യൂസേറ്റീവും ഡാറ്റീവും സെയിം ആണ്, ഉൻസ്. ഇയർ എന്താണ്? അക്യൂസേറ്റീവും ഡാറ്റീവും സെയിം ആണ്, ഒയ്. സി എന്താണ്? അക്യൂസേറ്റീവും ഡാറ്റീവും സെയിം ആണ്, സിഷ്. ഇവിടെ നമ്മൾ നോക്കേണ്ടത് അല്ലെങ്കിൽ ചിന്തിക്കേണ്ട രണ്ട് വെർബ് മാത്രമേ ഉള്ളൂ. രണ്ട് സബ്ജക്റ്റ് മാത്രമേ ഉള്ളൂ, ഇഷും ദൂവും. ഇഷിലും ദൂവിലും മാത്രമേ എന്തുള്ളൂ? അക്യൂസേറ്റീവിലും ഡാറ്റീവിലും രണ്ട് തരത്തിലുള്ള റിഫ്ലെക്സീവ് പ്രൊനോമൻ വരുന്നുള്ളൂ. ഓക്കെ, നമുക്കിനി റിഫ്ലെക്സീവ് പ്രൊനോമൻ വെച്ചിട്ട് ഒരു സെന്റൻസ് എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഒരു എക്സാമ്പിൾ ആലോചിച്ചേ. എന്താണ് ഞാൻ പറഞ്ഞ ആലോചിക്കണം. എന്ത്? നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ആക്ഷൻ അത് നമ്മളിലേക്ക് തന്നെ വരുന്നു. നമ്മളെന്ന് പറയുമ്പോൾ സബ്ജക്റ്റിലേക്ക്. ഒരു സബ്ജക്റ്റ് ചെയ്യുന്ന പ്രവൃത്തി സബ്ജക്റ്റിലേക്ക് തന്നെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? റിഫ്ലെക്സീവ് പ്രൊനോമൻ ഉപയോഗിച്ച് റിഫ്ലെക്സീവ് ഒബ്ജക്റ്റ്, റിഫ്ലെക്സീവ് വെർബൻ ഫോം ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. ഐ വാഷ് മൈസെൽഫ്. ഞാൻ ആരെ തന്നെ വാഷ് ചെയ്തു? എന്നെ തന്നെ. എന്നെ തന്നെ. ഞാൻ എന്ന സബ്ജക്റ്റ് ഞാൻ ചെയ്യുന്ന പ്രവൃത്തി ഐ വാഷ് എന്നിലേക്ക് തന്നെ വന്നു, എന്നിലേക്ക് തന്നെ റിഫ്ലക്റ്റ് ചെയ്തു. അവിടെയാണ് മൈസെൽഫ്. അത് നമ്മൾ എങ്ങനെ റിഫ്ലെക്സീവ് വെർബം വെച്ച് എഴുതാം? ഇഷ് വാഷേ മിഷ്. എന്താണ് വാഷ് ചെയ്തത്? ഉത്തരമുണ്ട്. അപ്പോൾ എന്തായിരിക്കും? അക്യൂസേറ്റീവ് ആണ്. ഇഷ് വാഷേ മിഷ്. ഞാൻ എന്നെ തന്നെ വാഷ് ചെയ്തു. ഇവിടെ നമ്മൾ ഉപയോഗിച്ച വെർബ് ഏതാണ്? ഷിഷ് വാഷൻ. അവിടെ നമ്മൾ ഷിഷ് യൂസ് ചെയ്യുന്നത് എന്താണ്? ഒരു റിഫ്ലെക്സീവ് ആണ്, ഇൻഡിക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സൂചിപ്പിക്കാനാണ് നമ്മൾ ഷിഷ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും. നമുക്ക് ഒരു വെർബ് റിഫ്ലെക്സീവ് ആണെങ്കിൽ റിഫ്ലെക്സീവിൽ തന്നെയോ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയല്ല. ചില വെർബ്സ് ഉണ്ട് റിഫ്ലെക്സീവ് വെർബ് ആയിട്ടും ആക്ട് ചെയ്യും, റിഫ്ലെക്സീവ് വെർബ് അല്ലാണ്ടെയും ആക്ട് ചെയ്യും. അങ്ങനത്തെ ഒരു രണ്ട് എക്സാമ്പിൾ നമ്മൾ നോക്കാം. ഒന്നാമത്തെ ഫെർസ്റ്റേഹൻ. എന്താണ് ഫെർസ്റ്റേഹൻ? ടു അണ്ടർസ്റ്റാൻഡ്. ഫെർസ്റ്റേഹൻ എന്ന് പറയുന്നത് എന്താണ്? ടു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, ഫെർസ്റ്റേഹനെ നമ്മൾ നോർമൽ റിഫ്ലെക്സീവ് വെർബൻ അല്ലാണ്ട് നോർമൽ വെർബായിട്ട് എങ്ങനെ എഴുതാം? എക്സാമ്പിൾ എഴുതിക്കോ. ഇഷ് ഫെർസ്റ്റേഹെ ദിഷ്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വന്നാൽ ഇവിടെ ദിഷ് വന്നല്ലോ, റിഫ്ലെക്സീവ് ആണോ? അല്ല. ഇഷിന്റെ
റിഫ്ലക്സീവ് പ്രൊനോമൻ എന്താണ്? മിഷ് അല്ലെങ്കിൽ മീറേ വരത്തുള്ളൂ. ഡിഷ് എന്താണ്? ഡിഷ് അക്യൂസേറ്റീവില് ദൂവിന്റെ ആണ്. ഇവിടെ സബ്ജക്റ്റ് എന്താ? ഇഷാണ്. ഓക്കെ, അപ്പോൾ അതൊരു റിഫ്ലക്സീവ് വെർബ് അല്ല. ഓക്കെ, വേണ്ട കൂടുതൽ മനസ്സിലാവാൻ വേണ്ടി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഈഷ് ഫസ്റ്റ് ഹേ ദെൻ ടെക്സ്റ്റ്. ഈഷ് ഫസ്റ്റ് ഹേ ദെൻ ടെക്സ്റ്റ്. എന്താണ് ഫസ്റ്റ് ഹേഗൻ? ആൻസർ ഉണ്ട്, ദെൻ ടെക്സ്റ്റ്. ദർ ടെക്സ്റ്റ് ആണ്, അക്യൂസേറ്റീവ് ആയതുകൊണ്ട് ദെൻ ആയി. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കിയത് ഒരു വെർബിനെ എങ്ങനെ റിഫ്ലക്സീവ് അല്ലാണ്ട് എഴുതാം. ഓക്കെ, അടുത്തത് നമുക്ക് സിഷ് ഫെർസ്റ്റേഹൻ റിഫ്ലക്സീവ് ആയിട്ട് എങ്ങനെ എഴുതാൻ നോക്കാം. എക്സാമ്പിൾ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. വിയർ ഫെർസ്റ്റേഹൻ ഉൻ സേർ ഗുഡ്. വിയർ ഫെർസ്റ്റേഹൻ, വിയർ എന്താണ് ഫെർസ്റ്റേഹൻ സേർ ഗുഡ് ആയിട്ട് ഫെർസ്റ്റേഹൻ ചെയ്തത്? ഞങ്ങളെ. അക്യൂസേറ്റീവ് ഒബ്ജക്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ വിയർ ഫെർസ്റ്റേഹൻ ഉൻസ് പേഴ്സണൽ പ്രൊനോമൻ, വിയറിന്റെ പേഴ്സണൽ പ്രൊനോമൻ ഉൻസ്. സേർ ഗുഡ് നല്ലോണം മനസ്സിലായി. ഒരു എക്സാമ്പിൾ കൂടെ എഴുതിക്കോ. എർ ഫെർസ്റ്റേറ്റ് സിഷ് സേർ ഗുഡ് മിറ്റ് സൈനർ ഫ്രോയിൻഡിൻ. എർ ഫെർസ്റ്റേറ്റ് സിഷ്. സിഷ് എറിന്റെ എസിന്റെ സീന്റെ പേഴ്സണൽ പ്രൊനോമൻ തേർഡ് പേഴ്സണിൽ സിഷ് ആണ് വരുന്നത്. അതുകൊണ്ടാണ് അവിടെ സിഷ് വന്നത്. ഓക്കെ, വേറൊരു എക്സാമ്പിൾ എഴുതിക്കോ. ആംഗൺ. എന്താ ആംഗൺ? എ ഉംലോട്ട് RGERN. ഓക്കെ, എക്സാമ്പിൾ എഴുതിക്കോ. ദസ് വെറ്റർ ആങ്സ് ടു മിഷ്. ദസ് വെറ്റർ ആങ്സ് ടു മിഷ്. ഓക്കെ, വേറെ എക്സാമ്പിൾ കൂടെ എഴുതിക്കോ. ദൈനെ ഫ്രാഗെ ആങ്സ് ടു മിഷ്. ദൈനെ നിന്റെ, ഫ്രാങ്കെ ഫ്രാഗെ ആങ്സ്റ്റ് എന്താണ്? ദേഷ്യം പിടിപ്പിച്ചു. ആരെ? എന്നെ. ഇനി നമ്മൾ സിഷ് ആംഗേൺ വെച്ച് എങ്ങനെ എഴുതാം? ഇഷ് ആംഗറെ മിഷ് യൂബർ ദസ് വെറ്റർ. ഇഷ് ആംഗറെ മിഷ്. ഇഷ് എന്ന് പറയുമ്പോൾ പേഴ്സണൽ പ്രൊനോമൻ എന്താണ്? മിഷ്, മിയർ. ഇവിടെ അക്യൂസേറ്റീവ് ആയതുകൊണ്ട് എന്ത് നമ്മൾ എഴുതി? മിഷ് എഴുതി. യൂബർ ദസ് വെറ്റർ എബൌട്ട് ദാറ്റ് വെദർ. ഓക്കെ, അടുത്തത് ഇഷ് ആംഗറെ മിഷ് യൂബർ ദി പൊളിറ്റിക്. പൊളിറ്റിക്കിനെ കുറിച്ച് ഞാൻ എന്താണ്? ആംഗറയാണ്. ഓക്കെ, ഇവിടെ നമ്മൾ പേഴ്സണൽ പ്രൊനോമൻ അക്യൂസേറ്റീവിലും ഡാറ്റീവിലും വരുമെന്ന് പറഞ്ഞു. അപ്പോൾ എവിടെയാണ് അക്യൂസേറ്റീവിൽ വരുന്നത്, എവിടെയാണ് ഡാറ്റീവ് വരുന്നത് അറിയാവോ? ഓക്കെ, പറഞ്ഞു തരാം. ഒരു റിഫ്ലക്സീവ് പ്രൊനോമൻ ഓൾമോസ്റ്റ് എല്ലാ കേസിലും അക്യൂസേറ്റീവ് ആയിരിക്കും. നോട്ട് ദ പോയിന്റ്. ഒരു റിഫ്ലക്സീവ് പ്രൊനോമൻ എല്ലാ പോയിന്റും, എല്ലാം എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാത്തിലും എന്തായിരിക്കും? അക്യൂസേറ്റീവ് തന്നെ ആയിരിക്കും. പക്ഷേ ആ സെന്റൻസിൽ ഒരു അക്യൂസേറ്റീവ് ഒബ്ജക്റ്റ് വരികയാണെങ്കിൽ റിഫ്ലക്സീവ് പ്രൊനോമൻ എന്തായിരിക്കും? ഡാറ്റീവ് ആയിരിക്കും. അതായത് ഒരു സെന്റൻസ്, ആ സെന്റൻസിൽ ഒരു അക്യൂസേറ്റീവ് ഒബ്ജക്റ്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അക്യൂസേറ്റീവ് പിന്നെ ആ സെന്റൻസിൽ വരുമോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ആ സെന്റൻസിൽ പിന്നെ വരേണ്ടത് എന്താണ്? നോമിനേറ്റീവ് വന്നു, അക്യൂസേറ്റീവ് വന്നു, പിന്നെ എന്താ നോർമലായിട്ട് വരുന്നത്? പിന്നെ നോർമലായിട്ട് ഡാറ്റീവ് തന്നെ. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ നോക്കാം. അപ്പോൾ കുറച്ച് കൂടുതൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന വർഗാണ് സിഷ് അൻസീഹൻ. സിഷ് അൻസീഹൻ എന്ന് പറഞ്ഞാൽ എന്താ? ടു ഡ്രസ്. ഓക്കെ, ഇഷ് സീഹെ മിഷ് അൻ. ഇഷ് സീഹെ മിഷ് അൻ. ഇതൊരു എന്താണ്? ഇവിടെ വേറൊരു അക്യൂസേറ്റീവ് ഒബ്ജക്റ്റ് ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ എന്താക്കിയെടുത്തു? റിഫ്ലക്സീവ് പ്രൊനോമൻ അക്യൂസേറ്റീവിൽ തന്നെ മിഷായിട്ട് എഴുതി. ഓക്കെ, ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ഈ സെന്റൻസിൽ ഒരു അക്യൂസേറ്റീവ് ഒബ്ജക്റ്റ് എക്സ്ട്രാ വരികയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ റിഫ്ലക്സീവ് പ്രൊനോമൻ ഡാറ്റീവിൽ എഴുതുന്നത് നോക്കാം. ഓക്കെ, എഴുതിക്കോ. ഇഷ് സേഹെ മിയർ ഐനൻ പുൾ ഓവർ അൻ. ഇഷ് സേഹെ മിയർ ഐനൻ പുൾ ഓവർ അൻ. ഇവിടെ നമ്മൾ മിഷിന് പകരം മിയർ ഇട്ടു. കാരണം എന്താ? അവിടെ എന്താണ് ധരിക്കുന്നതെന്നൊരു ഒബ്ജക്റ്റ് വന്നു, ഐനൻ പുൾ ഓവർ. അവിടെ ഐനൻ പുൾ ഓവർ എന്ന് പറഞ്ഞൊരു അക്യൂസേറ്റീവ് ഒബ്ജക്റ്റ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ റിഫ്ലക്സീവ് പ്രൊനോമൻ ഡാറ്റീവിലേക്ക് ആക്കിയത്.
ഓക്കെ ഒരു സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ കൂടെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ നേരത്തെ പറഞ്ഞു ഇഷ് വാഷേമിഷ്, ഞാൻ എന്നെ തന്നെ വാഷ് ചെയ്തു. ഓക്കെ, ഇവിടെ നമുക്കൊരു അക്യൂസേറ്റീവ് ഒബ്ജക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇഷ് വാഷേ മിയർ ദി ഹാൻഡ്, ഇഷ് വാഷേ മിയർ ദി ഹാൻഡ്. ഇവിടെ ഞാൻ എന്താണ് വാഷ് ചെയ്യുന്നൊരു ഉത്തരം കിട്ടിയോ? എന്താണ് വാഷ് ചെയ്യുന്നത്? ദി ഹാൻഡ്, ഹാൻഡെ വാഷ് ചെയ്യുന്നു. അപ്പോൾ ഓൾറെഡി ഒരു അക്യൂസേറ്റീവ് ഒബ്ജക്റ്റ് എന്തുണ്ട്? ഇവിടെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് റിഫ്ലെക്സീവ് പ്രൊനോമൻ മിഷീന്ന് മിയറായി. ഓക്കെ അടുത്തത്, ചില സെൻറ്റൻസുകളിൽ റിഫ്ലെക്സീവ് പ്രൊനോമൻ എപ്പോഴും ഡാറ്റീവ് ആയിരിക്കും. ആ വെർബുകൾക്ക് ഒരു അക്യൂസേറ്റീവ് ഒബ്ജക്റ്റ് എപ്പോഴും ഉണ്ടായിരിക്കുകയും ചെയ്യും. എഴുതിയെടുത്തോ. ചില സെൻറ്റൻസുകളിൽ റിഫ്ലെക്സീവ് പ്രൊനോമൻ എപ്പോഴും എന്തായിരിക്കും? ഡാറ്റീവ് ആയിരിക്കും. ആ വെർബുകൾക്ക് എപ്പോഴും ഒരു അക്യൂസേറ്റീവ് ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കുകയും ചെയ്യും. ഓക്കെ, എഴുതിയോ? എക്സാമ്പിൾ നോക്കാം. ഒന്നാമത്തെ എക്സാമ്പിൾ എന്താ? ഷിഷ് ഇറ്റ് വാസ് വുങ്ഷൻ. ഷിഷ് ഇറ്റ് വാസ് വുങ്ഷൻ. ഇവിടെ ഇറ്റ് വാസ് ഞാൻ കൊടുക്കാൻ കാരണം എന്താ? അവിടെ നമുക്ക് അക്യൂസേറ്റീവ് ഒബ്ജക്റ്റ് ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, എക്സാമ്പിൾ എഴുതിക്കോ. ഇഷ് വുങ്ഷേ മിയർ ഐൻ നോയ്സ് ഹാൻഡി. ഇഷ് വുങ്ഷേ മിയർ ഐൻ നോയ്സ് ഹാൻഡി. അടുത്തത്, സിഷ് ഇറ്റ് വാസ് മെർക്കൻ. മീനിങ് എന്താ? ടു കീപ് സംതിങ് ഇൻ മൈൻഡ്. ടു കീപ് സംതിങ് ഇൻ മൈൻഡ്. എക്സാമ്പിൾ എഴുതിക്കോ. ഇഷ് മെർക്കെ മിയർ ഡൈനെ ടെലിഫോൺ ന്യൂമർ. ഇഷ് മെർക്കെ മിയർ ഇറ്റ് വാസ് ഡൈനെ ടെലിഫോൺ ന്യൂമർ. അടുത്തൊരു എക്സാമ്പിൾ കൂടെ എഴുതിക്കോ. സിഷ് ഇറ്റ് വാസ് ഫോർ സ്റ്റെല്ലൻ. സിഷ് ഇറ്റ് വാസ് ഫോർ സ്റ്റെല്ലൻ. ഇസ്റ്റെല്ലെ മിയർ ഐനൻ സൊണൻ ഉർലോഫോർ. ഇസ്റ്റെല്ലെ മിയർ ഐനൻ സൊണൻ ഉർലോഫോർ. ഓക്കെ, അടുത്തത് നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു പ്രിപ്പോസിഷൻ വരുവാണെങ്കിൽ എങ്ങനെയാന്ന് നോക്കാം. ഒരു എക്സാമ്പിൾ എഴുതിക്കോ, എന്നിട്ട് ഞാൻ ആ സെൻറ്റൻസ് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സിഷ് ഫ്രോയൻ, FREUN. ഓക്കെ, ദു ഫ്രോയസ്റ്റ് ദിഷ് ഔഫ് ദേൻ ഉർലോ. ഇവിടെ ഈ ദേൻ ഉർലോബ് വന്നുകൊണ്ട് ഡൗട്ട് തോന്നാം. എന്ത്? അവിടെ എന്താണ് രണ്ട് അക്യൂസേറ്റീവ് വന്നത്? പക്ഷേ അതൊരു ഡയറക്റ്റ് ഒബ്ജക്റ്റ് അല്ല. കാരണം എന്താ? സിഷ് ഫ്രോയൻ്റെ കൂടെ പോകുന്ന പ്രിപ്പോസിഷനാണ് എന്ത്? ഔഫ്. അതുകൊണ്ടാണ് അവിടെ എന്ത് വന്നത്? ദേൻ വന്നത് കേട്ടോ. ഡയറക്റ്റ് ഒരു അക്യൂസേറ്റീവ് ഒബ്ജക്റ്റ് അല്ലത്. ഓക്കെ, പ്രിപ്പോസിഷൻ വന്നുകൊണ്ടാണ് അത് വന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് അവിടെ നമുക്ക് എന്ത് വന്നത്? ദിഷ് തന്നെ വന്നേ. ഓരോ എക്സാമ്പിൾ ഇവിടെ എഴുതിക്കോ. ഇഷ് വാഷേ മിയർ ദി ഹാൻഡ്. ഇഷ് വാഷേ മിയർ ദി ഹാൻഡ്. ഇവിടെ എന്താണ് വാഷ് ചെയ്തത്? ഹാൻഡ്. അതൊരു ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ്. ആ ഡയറക്റ്റ് ഒബ്ജക്റ്റ് വരുമ്പോൾ മാത്രമേ എന്താവുള്ളൂ? റിഫ്ലെക്സീവ് വെർബ് ഡാറ്റീവ് ആവത്തുള്ളൂ. ഓക്കെ, ഞാനൊരു എക്സാമ്പിളോട് തരാം. ഇഷ് കുമ്മറെ മിഷ് ദേൻ ഫാറ്റർ. ഇഷ് കുമ്മറെ മിഷാട്ടോ, ദേൻ ഫാറ്റർ. പ്രിപ്പോസിഷൻ ആണ്, ഡയറക്റ്റ് ഒബ്ജക്റ്റ് അല്ല. ഓക്കെ, അതുകൊണ്ടാണ് റിഫ്ലെക്സീവ് പ്രൊനോമൻ മാറാത്തത്. ഓക്കെ, അതായത് റിഫ്ലെക്സീവ് പ്രൊനോമൻ ഇത്രയേ ഉള്ളൂ. എന്ത്? റിഫ്ലെക്സീവ് വെർബ്. ഒരു ആൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ആക്ഷൻ വേറൊരാളിലോട്ടല്ല, നമ്മളിലേക്ക് തന്നെ റിഫ്ലക്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇതിൽ നമ്മൾ നോക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. റിഫ്ലെക്സീവ് വെർബൻ നോക്കണം. പിന്നെ ചില വെർബ് വരുമ്പോൾ അതിനോടൊരു സബ്ജക്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ റിഫ്ലെക്സീവ് പ്രൊനോമൻ നോക്കണം. ഇഷ്യിലും ദൂവിലും മാത്രമേ എന്തുള്ളൂ? വ്യത്യാസമുള്ളൂ. ഏത്? അക്യൂസേറ്റീവും ഡാറ്റീവായിട്ട്. ബാക്കി എല്ലാത്തിൻ്റെ അക്യൂസേറ്റീവും ഡാറ്റീവും സെയിം ആണ്. ഓർത്ത് വെക്കാൻ എളുപ്പത്തിനൊരു ടിപ്പ് പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.